CPIയുടെ നേതാക്കന്മാരോ മറ്റേതെങ്കിലും ഘടകകക്ഷികളുടെ നേതാക്കന്മാരോ നടത്തിയ പ്രസ്താവനയ്ക്ക് ഒരു ചാനൽ ചർച്ചയിൽ വന്നിരുന്നു മറുപടി കൊടുക്കാൻ ഞാൻ തയ്യാറല്ല. മറുപടി ഇല്ലാത്തത് കൊണ്ടോ എന്റെ കയ്യിൽ ആയുധം ഇല്ലാത്തതുകൊണ്ടൊന്നല്ല, ഞാൻ മറുപടി പറയാൻ തയ്യാറല്ല. ഞാൻ വീണ്ടും പറയുന്നു, LDFന്റെ ഘടകകക്ഷികൾ വീണ്ടും കൂടിയിരിക്കും, വിഷയങ്ങൾ ചർച്ച ചെയ്യും, എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ പരിഹരിക്കും. CPIക്കും CPIMനും ഒക്കെ PM ശ്രീ പദ്ധതിയെക്കുറിച്ച് ആശങ്കയുണ്ട്, അഭിപ്രായ വ്യത്യാസമുണ്ട്. അത് പല ഘട്ടങ്ങളിൽ മന്ത്രിസഭാ യോഗത്തിൽ അടക്കം ഉന്നയിക്കപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ നയപരമായ ഒരു തീരുമാനവും നയപരമായ ഐക്യരൂപവും വേണ്ട ഒരു വിഷയത്തിൽ മുന്നണിയിൽ ചർച്ചയില്ലാതെ, CPIയോട് ഉഭയകക്ഷി ചർച്ച നടത്താതെ, ഒരാളെയും അറിയിക്കാതെ മുന്നണിയെയും ഘടകകക്ഷികളെയും ഇരുട്ടിൽ നിർത്തിക്കൊണ്ട് ഒരു തീരുമാനമെടുത്തു. എന്നിട്ടോ ആ ഒപ്പുവെച്ചതിന് ശേഷമുള്ള മന്ത്രിസഭാ യോഗത്തിൽ റവന്യൂ മന്ത്രി ഈ വിഷയം ഉന്നയിച്ചപ്പോൾ ആരും ഒന്നും മിണ്ടിയില്ല. CPIഎമ്മിന്റെ ജനറൽ സെക്രട്ടറി പരസ്യമായി പൊതുസമൂഹത്തോട് പറഞ്ഞു, ഞങ്ങൾ LDFൽ ആലോചിച്ച ശേഷമായിരിക്കും ഈ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുക, CPI അവഗണിക്കില്ല എന്ന്. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരു ഘടകകക്ഷിയെ, അതിന് ഒരു സീറ്റുള്ള ഘടകകക്ഷി ആയിക്കോട്ടെ, ഒരു ഘടകകക്ഷിയെ ഇത്രമാത്രം ഇൻസൾട്ട് ചെയ്ത സംഭവം എന്നുള്ളതാണ് ഇവിടുത്തെ അടിസ്ഥാനപരമായ പ്രശ്നം എന്ന് എനിക്ക് തോന്നുന്നു. അത് മുഖ്യമന്ത്രി ഇന്ന് CPI സംസ്ഥാന സെക്രട്ടറി അങ്ങോട്ട് പോയി കണ്ടാൽ തീരുന്ന പ്രശ്നമല്ലല്ലോ. അഭിലാഷ്, ഞാൻ അതിലേക്ക് വരാം. അതിനു മുമ്പ് ബഹുമാനപ്പെട്ട കോൺഗ്രസിന്റെ പ്രതിനിധി ചർച്ച തുടങ്ങിയത് തന്നെ നാട്ടിൽ നിലനിൽക്കുന്ന യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയാതെ CPMന്റെ പ്രതിനിധി വന്ന് ചർച്ചയിൽ പങ്കെടുക്കുന്നു എന്ന് പറഞ്ഞാൽ തുടങ്ങിയേ. ഈ നാടെന്ന് അദ്ദേഹം ഉദ്ദേശിച്ച് എവിടെയാണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഈ രാജ്യത്ത് നിൽക്കുന്ന യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കാതെയാണോ ഈ NHM ദേശീയ വിദ്യാഭ്യാസ നിയമം എസ്റ്റാബ്ലിഷ് ചെയ്തതിന്റെ പിറ്റേ മാസം തന്നെ നിങ്ങൾ രാജസ്ഥാനിൽ 2022 ഡിസംബറിൽ പോയി ഈ പദ്ധതികളിലെല്ലാം ഒപ്പിട്ട് കൃത്യമായി ആ പദ്ധതി ആദ്യം നടപ്പാക്കി തുടങ്ങിയത് കോൺഗ്രസ് ആണ്. ഛത്തീസ്ഗഡിലും 2023 ജനുവരിയിൽ, അതുപോലെ തെലങ്കാനയിൽ BRS ഗവൺമെന്റ് നടപ്പാക്കാൻ തയ്യാറായില്ല. ആ BRS തെരഞ്ഞെടുപ്പിൽ തോറ്റ് കോൺഗ്രസ് അധികാരത്തിൽ വന്നപ്പോ ഏറ്റവും ആദ്യം കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി ആ തീരുമാനമെടുത്ത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു. അതുപോലെ കർണാടകത്തിലും കോൺഗ്രസ് അധികാരത്തിൽ വന്നപ്പോൾ കൂടുതൽ ശക്തമായിട്ട് എഗ്രിമെന്റ് ആയിട്ട് മുന്നോട്ട് പോയി. BJP തുടങ്ങി വെച്ചു, ഞങ്ങൾ പൂർത്തീകരിച്ചു എന്നൊക്കെ പറയാം. അതായത് 2021 ശേഷം ഈ ഇന്ത്യയിൽ കോൺഗ്രസ് ഭരിച്ച എല്ലാ സംസ്ഥാനങ്ങളിലും ഈ പദ്ധതി നടപ്പാക്കി ആ പദ്ധതിയുടെ ഗുണഫലങ്ങളുമായി മുന്നോട്ട് പോയി, വിഹിതം മേടിച്ചു, എല്ലാം മുന്നോട്ട് പോയപ്പോ ഈ നാട്ടിൽ നിലനിൽക്കുന്ന യാഥാർത്ഥ്യങ്ങളെ കുറിച്ച് ബഹുമാനപ്പെട്ട കോൺഗ്രസിന്റെ പ്രതിനിധി രാജു പി നായർക്ക് ബോധ്യമില്ലേ? എന്താണ് ഈ വാളയാർ ചെക്ക് പോസ്റ്റിന് അപ്പുറത്തേക്ക് നിങ്ങൾക്കൊരു നയം, ഇവിടെ നിങ്ങൾക്ക് പ്രത്യേക നയം, ഇവിടെ നിങ്ങൾ എതിർക്കാൻ വേണ്ടി എന്തെല്ലാം നുണപ്രചരണങ്ങളാണ് നടത്തുന്നത്? ഇവിടെ കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയെ തകർക്കാനും വലിയ തരത്തിൽ ഇവിടെ വർഗീയവൽക്കരിക്കാനും നിയമസഭ പാസാക്കിയ ബില്ല് ഒപ്പിടാതെ കാത്തുനിന്ന ആ ഗവർണറെ അവസാനം ആരിഫ് മുഹമ്മദ് ഖാന്റെ മനസ്സിൽ നന്മയുണ്ട്, അദ്ദേഹത്തിന് 5 കൊല്ലം കൂടി നീട്ടിക്കൊടുക്കണമെന്ന് പറഞ്ഞത് സാക്ഷാൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ്. എത്രയോ ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അങ്ങ് ചോദിച്ചൊരു ചോദ്യമുണ്ട്, സുപ്രീം കോടതി നിയമ പോരാട്ടം നടത്തിയ പോരാടുന്നു. ഈ കേന്ദ്രം പല ഘട്ടത്തിലും പല ഘട്ടത്തിലും സംസ്ഥാനത്തിലുള്ള വിഹിതം വെട്ടിക്കുറച്ചപ്പോൾ സുപ്രീം കോടതിയിൽ പോയി നിയമ പോരാട്ടം നടത്തി. സുപ്രീം കോടതി കേരളം ഉന്നയിക്കുന്ന കാര്യത്തിന് മെറിറ്റ് ഉണ്ട് എന്ന് കണ്ടെത്തി. ഇപ്പോൾ ഭരണഘടനാ ബെഞ്ചിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നു. ആ കേസ് ഭരണഘടനാ ബെഞ്ചിന്റെ പരിഗണനയിലാണ്. അതുകൊണ്ട് നിയമ പോരാട്ടം നടത്തേണ്ട സമയത്ത് നിയമ പോരാട്ടം നടത്തി, രാഷ്ട്രീയ പോരാട്ടം നടത്തേണ്ടടുത്ത് രാഷ്ട്രീയ പോരാട്ടം നടത്തി, ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ വലിയ ജാഥയും പ്രക്ഷോഭവും ഒക്കെ നടത്തിയ ഞങ്ങൾ മുന്നോട്ട് പോയത്. അതൊക്കെ കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യമുണ്ട്. നിങ്ങളുടെ ഈ അഴകുഴമ്പൻ നയവും ഈ കേരളം എന്ന് കാണിക്കുമ്പോഴുള്ള അവഗണനയും കേരളത്തിനൊന്നും കിട്ടരുതെന്നുള്ള മനോഭാവവും എല്ലാം ജനങ്ങൾ തിരിച്ചറിഞ്ഞത് കൊണ്ടാണ് നിങ്ങൾ ഈ ആജീവനാന്ത പ്രതിപക്ഷമായിട്ട് കേരളത്തിൽ തുടരുന്നത്. പിന്നെ ബഹുമാനപ്പെട്ട CPIയുടെ പ്രതിനിധി പറഞ്ഞത്, ഇപ്പൊ കേരളത്തിന്റെ മുഖ്യമന്ത്രി അങ്ങോട്ട് പോയി ചർച്ച ചെയ്തു എന്ന് ആങ്കർ ഇങ്ങനെ സൂചിപ്പിക്കുക. ഇന്ന് കേരളത്തിൽ CPMന്റെയും CPIയുടെയും നേതാക്കന്മാരെല്ലാം പുന്നപ്ര വയലാർ ദിനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് വലിയ പൊതുയോഗത്തിന്റെയും അതുപോലെ രക്തസാക്ഷി അനുസ്മരണത്തിന്റെ ഭാഗമായി ആലപ്പുഴയിലുണ്ട്. അവിടെ വെച്ച് കണ്ടു. നിങ്ങളപ്പോ അങ്ങോട്ട് പോയി കണ്ടുന്നോ ഇങ്ങോട്ട് പോയി കണ്ടുന്നോ ഒക്കെ വിശേഷിപ്പിച്ചോ, ഞാൻ അതിലൊന്നും മറുപടി പറയുന്നില്ല. CPIയുടെ ബഹുമാനപ്പെട്ട സംസ്ഥാന സെക്രട്ടറി അല്ല, ഒരു നാണക്കേടുമില്ല. അതുകൊണ്ട് നിങ്ങൾ അങ്ങോട്ട് പോയോ ഇങ്ങോട്ട് പോയോ അതിനൊരു പ്രാധാന്യം ഇല്ല എന്നാ പറഞ്ഞത്. നിങ്ങൾ നിങ്ങളുടേതായ രൂപത്തിൽ അത് പാകപ്പെടുത്തിക്കോ, എനിക്കതിൽ ഒബ്ജക്ഷൻ ഇല്ല. അതായത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയനും CPIയുടെ ബഹുമാനപ്പെട്ട സംസ്ഥാന സെക്രട്ടറി സഖാവ് സെക്രട്ടറിയും ഈ വിഷയത്തിൽ കാണിച്ചൊരു പക്വതയുണ്ട്. ബിനോയ് വിശ്വവും പക്വതയുണ്ട്. ആ പക്വത എന്താ?
പത്രക്കാർ തിരിച്ചും മറച്ചും ചോദിച്ചിട്ടും ഞങ്ങളുടേതായിട്ടുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു, പക്ഷേ അതിന്റെ ചർച്ചകൾ തുടരും, അതുകൊണ്ട് മുന്നോട്ട് പോകട്ടെ എന്ന് പറഞ്ഞൊരു പക്വതയുണ്ട്. ആ പക്വത ഒരു പരിധിയെങ്കിലും സൂക്ഷിക്കാൻ CPM-ന്റെ ഒഫീഷ്യൽ സ്പോക്മാനായിട്ട് വരുന്നയാളും CPI-യുടെ ഒഫീഷ്യൽ സ്പോക്മാനായിട്ട് വരുന്നയാളും ചർച്ചയിൽ ഒരു മിതത്വം പാലിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഞാൻ വീണ്ടും പറയുന്നു, LDF-ന്റെ ഘടകകക്ഷികൾ വീണ്ടും കൂടിയിരിക്കും, വിഷയങ്ങൾ ചർച്ച ചെയ്യും, എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ പരിഹരിക്കും. ഈ പറഞ്ഞ ചോദ്യങ്ങൾ, ബഹുമാനപ്പെട്ട CPI-യുടെ പ്രതിനിധി ചോദിച്ച ഓരോ ചോദ്യങ്ങൾക്കും കൃത്യമായിട്ടുള്ളൊരു മറുപടി എനിക്കുണ്ട്. ഓരോ കാര്യങ്ങളിലും മറുപടിയുണ്ട്, ഓരോ വാക്കിനും മറുപടിയുണ്ട്. പക്ഷെ അത് ഒരു ചാനൽ ചർച്ചയുടെ ഫ്ലോറിൽ ഒരു LDF-ന്റെ ഘടകകക്ഷികളുടെ പ്രതിനിധികൾ എന്ന രൂപത്തിൽ ഞാൻ അത് അവതരിപ്പിക്കാൻ തയ്യാറാകുന്നില്ല. മറ്റൊരു വേദിയിലാകാം. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏത് ഉയർന്നു വരുന്ന വിഷയത്തെയും വളരെ പക്വതയോടെ നേരിട്ട് അതിനെ കൃത്യമായി അതിജീവിച്ച് ഏതായാലും ഈ രാജ്യത്ത് BJP ഇതര സംസ്ഥാന ഗവൺമെന്റുകളെ തകർക്കാൻ നടത്തുന്ന ശ്രമത്തെ അതിശക്തമായി ചെറുത്തു മുന്നോട്ട് പോയ വിവിധ മേഖലകളിൽ ഈ മറുപടി പറയണ്ട തന്നെ ഞങ്ങൾ മുന്നോട്ട് പോകും. ശരി, CPI-ക്ക് മറുപടി പറയേണ്ട, മുന്നണി ബന്ധത്തെ ബാധിക്കും എന്നുള്ളത് കൊണ്ടോ അല്ലെങ്കിൽ മുന്നണി ബന്ധത്തെ ബാധിക്കുന്ന ഒരു പരാമർശം നടത്തണ്ട. പക്ഷേ ഇരുട്ടിൽ നിർത്തി എന്ന കാര്യം ഞാൻ പൊതുസമൂഹത്തിൽ നിന്ന് ചോദിക്കുകയാണ്. MA ബേബി എന്ന CPM ജനറൽ സെക്രട്ടറിയെയും ഇരുട്ടിൽ നിർത്തിയില്ലേ? അദ്ദേഹം പൊതുസമൂഹത്തോടല്ലേ പറഞ്ഞത് ഞങ്ങൾ മുന്നണിയിൽ ചർച്ച ചെയ്തിട്ടേ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കൂ എന്ന്? MA ബേബി മുന്നണിയിൽ ചർച്ച ചെയ്തിട്ടേ ഞങ്ങൾ ഈ കാര്യം തീരുമാനിക്കൂ എന്ന് പറഞ്ഞതിന് മുമ്പ് തന്നെ ഈ കാര്യത്തിൽ ധാരണാപത്രം ഒപ്പിട്ടിരുന്നു എന്നുള്ളത് അറിയാതെയാണ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി സമൂഹത്തോട് പറഞ്ഞത് ഞങ്ങൾ CPI-യുമായും കൂടി ചർച്ച ചെയ്യും, LDF-ൽ ചർച്ച ചെയ്തിട്ട് എന്ത് വേണമെന്ന് തീരുമാനിക്കും എന്ന്. അപ്പോ CPIM-ഉം CPI-യും ഒക്കെ കൃത്യമായി ഒരു ദേശീയ കാഴ്ചപ്പാടുള്ള പ്രസ്ഥാനങ്ങളാണല്ലോ. ആ പാർട്ടികളിൽ ഉൾപാർട്ടി ചർച്ചകൾ നടക്കാറുണ്ടല്ലോ, സംഘടനാ ജനാധിപത്യമുള്ള പാർട്ടികളാണല്ലോ. എന്തുകൊണ്ടാണ് സ്വന്തം ജനറൽ സെക്രട്ടറിക്ക് പോലും ഈ കാര്യം അറിയാതിരുന്നത്? അദ്ദേഹം എന്തുകൊണ്ടാണ് അപമാനിതനാവുന്ന സാഹചര്യം ഉണ്ടായത്? CPI-യുടെ മുതിർന്ന നേതാവ് K പ്രകാശ് ബാബു MA ബേബിയെ കുറിച്ച് അദ്ദേഹം ഈ രാജയുമായി നടത്തിയ ചർച്ചയെ കുറിച്ച് പറഞ്ഞത് അങ്ങ് ശ്രദ്ധിച്ചിരിക്കുമല്ലോ. കഷ്ടം തോന്നി MA ബേബിയുടെ കാര്യം ഓർത്തിട്ട് എന്ന് CPI-യുടെ ഒരു നേതാവിന്, കൊല്ലം ജില്ലയിൽ തന്നെയുള്ള ഒരു നേതാവിന് പറയേണ്ടി വരുന്ന ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക് ഷെയർകുമാർ. ഇല്ല, അത് ഞാൻ പറഞ്ഞല്ലോ, CPI-യുടെ നേതാക്കന്മാരോ മറ്റേതെങ്കിലും ഘടകകക്ഷികളുടെ നേതാക്കന്മാരോ നടത്തിയ പ്രസ്താവനയ്ക്ക് ഒരു ചാനൽ ചർച്ചയിൽ വന്നിരുന്നു മറുപടി കൊടുക്കാൻ ഞാൻ തയ്യാറല്ല. മറുപടി ഇല്ലാത്തത് കൊണ്ടോ എൻ്റെ കയ്യിൽ ആയുധം ഇല്ലാത്തതുകൊണ്ടൊന്നല്ല, ഞാൻ മറുപടി പറയാൻ തയ്യാറല്ല. ഇവിടെ ഈ വിഷയം ഗൗരവമായി തന്നെ ചർച്ച ചെയ്തിട്ടുണ്ട്. ചർച്ച ചെയ്യേണ്ട ഫ്ലോറുകളിലെല്ലാം ചർച്ച ചെയ്തിട്ടുണ്ട്. 3-4 വർഷത്തോളം മറ്റു സംസ്ഥാനങ്ങൾ ഈ പദ്ധതി നടപ്പാക്കിയപ്പോൾ ഉണ്ടായിട്ടുള്ള സാഹചര്യത്തെ വിലയിരുത്തിയിട്ടുണ്ട്. ഇവിടെ പല രൂപത്തിൽ സൂചിപ്പിക്കുന്നു NCERT തന്നെ പഠിപ്പിക്കേണ്ടി വരും എന്നൊക്കെ പറയുമ്പോൾ ഒറീസയിലും ഗുജറാത്തിലും തെലങ്കാനയിലും ഹിമാചൽ പ്രദേശിലും എല്ലാം ഈ പദ്ധതിയിൽ ഒപ്പിട്ടതിന് ശേഷവും സ്റ്റേറ്റ് സിലബസുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റിയ സാഹചര്യങ്ങളെ വിലയിരുത്തിയിട്ടുണ്ട്. തമിഴ്നാട് കൊടുത്ത കേസ് സൂക്ഷ്മമായി പരിശോധിച്ചിട്ടുണ്ട്. ആ കേസ് എല്ലാ ഘട്ടത്തിലും അവിടെ ത്രിഭാഷയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്, ഹിന്ദി അടക്കമുള്ള ഭാഷയും. നമ്മുടെ ഒരു ഫാക്സ് അല്ല തമിഴ്നാടിന്റെ ഫാക്സ്. ഇതെല്ലാം കൃത്യമായി സൂക്ഷ്മമായി പരിശോധിച്ചിട്ടാണ് ഈ കേരളത്തിലെ 40 ലക്ഷം വരുന്ന പാർശ്വവൽക്കരിക്കപ്പെട്ട കുട്ടികളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ഇതുമായിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചത്. അങ്ങനെ മുന്നോട്ട് പോകാൻ തീരുമാനിക്കുമ്പോഴും ഒരു ഘട്ടത്തിലും ഞങ്ങൾ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയിൽ ഒപ്പിട്ടിട്ടില്ല. കണ്ടീഷൻസ് പലതുണ്ട്. ഇപ്പൊ അങ്ങ് ചോദിച്ചല്ലോ, ഈ PM ഉഷ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വന്നപ്പോ ഇതേ എതിർപ്പ് ഉണ്ടായിരുന്നില്ലേ? ഇതേ ഘടകകക്ഷികളൊക്കെ അന്നും ഉണ്ടായിരുന്നല്ലോ. NHMമായി ബന്ധപ്പെട്ടുകൊണ്ടും കേരളത്തിന്റെ ആരോഗ്യ മേഖലയെ തകർക്കാൻ വലിയ തരത്തിൽ ഫണ്ട് തരാതിരുന്നപ്പോഴും ഇതേ ഘടകകക്ഷികളൊക്കെ ഉണ്ടായിരുന്നല്ലോ. അവസാനം നമ്മൾ ശരിയായ തീരുമാനമെടുത്ത് പോകാൻ കാരണം എന്താ? കേരളത്തെ തകർക്കുക എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ പൊതുമേഖലയെ തകർക്കണം, കേരളത്തിന്റെ സാമൂഹ്യക്ഷേമ പദ്ധതികളെ തകർക്കണം, കേരളത്തിന്റെ വികസന അജണ്ടയെ തകർക്കണം, കേരളത്തിന്റെ പശ്ചാത്തല വികസനത്തെ തകർക്കണം. ആ ലക്ഷ്യത്തോടെ BJP തിരിച്ചറിഞ്ഞ് ശരിയായ തീരുമാനമെങ്കിൽ മുന്നോട്ട് പോകുക എന്നതാണ് ഈ കാലഘട്ടം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം. ആ ദൗത്യം നിർവഹിച്ചു തന്നെ. ശരി, ഇതാണ് കാലഘട്ടം ഏൽപ്പിച്ച ദൗത്യമെങ്കിൽ, ഇതാണ് ശരിയായ തീരുമാനമെങ്കിൽ, ശരിയായ തീരുമാനം എടുക്കാൻ 3 വർഷം വൈകിയത് എന്തിനാ? 2022 തന്നെ ഈ ശരിയായ തീരുമാനം എടുക്കാമായിരുന്നല്ലോ. NHM സംബന്ധിച്ച്, ആയുഷ്മാൻ ആരോഗ്യ മന്ത്രി സംബന്ധിച്ച് പഠിക്കേണ്ടത് പഠിച്ചു. 3 കൊല്ലം എടുത്ത് പഠിച്ചു. എല്ലാ കാര്യത്തിലും ശരിയായ തീരുമാനം അപ്പൊ തന്നെ എടുക്കാമായിരുന്നല്ലോ. പിന്നെ ഇത്രയും സമയം വേസ്റ്റ് ചെയ്തതിനാ? 5 വർഷത്തെ പദ്ധതിയാണ് PM ശ്രീ. അതിന്റെ അവസാന വർഷം ആവുന്നത് വരെ കാത്തിരിക്കണമായിരുന്നു. ശരിയായ തീരുമാനമായിരുന്നെങ്കിൽ ശരിയായ തീരുമാനം നേരത്തെ എടുക്കായിരുന്നല്ലോ. അഭിലാഷ്, ഒരു അരമിനിറ്റ് മതി. ഇത് ഒരു രീതിയിലും ഈ 3 വർഷം വൈകി എന്നതുകൊണ്ട് കേരളത്തിന് നഷ്ടമുണ്ടായില്ല. 60% കേന്ദ്രം കൊടുക്കേണ്ട പണം കൂടി ഈ സംസ്ഥാന ഗവൺമെന്റ് എടുത്തു കൊടുത്തു. ഇപ്പോൾ 1158 രൂപ നമുക്ക് കിട്ടാനുള്ളത് പിടിച്ചു വച്ചു എന്ന് നമ്മൾ പറയുമ്പോഴും
അത് കേന്ദ്രം തരാത്തത് കേരളം എടുത്തു മുടക്കി നമ്മുടെ 1,00,000-ലധികം വരുന്ന ഭിന്നശേഷി കുട്ടികൾക്കുള്ള ഉപകരണം, തെറാപ്പി, അതുപോലെ തന്നെ പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികൾ 5.5 ലക്ഷം അവരുടെ കൃത്യമായിട്ടുള്ള പഠനമുറി, മറ്റ് സഹായം, അതുപോലെ യൂണിഫോം, പാഠപുസ്തകം, ഇതൊക്കെ നമ്മൾ കൊടുത്തു. പക്ഷെ നമുക്ക് കൃത്യമായി 60% കേന്ദ്രം തന്നം, അത് അവർ തന്നില്ല. എന്നിരുന്നാലും ഒരു മുടക്കവും ഇവിടെ വന്നില്ല. അതുകൊണ്ട് ഈ 3 വർഷം വൈകി എന്നതുകൊണ്ട് അത് കുട്ടികളെ ബാധിച്ചിട്ടേ ഇല്ല. അതാണ് സത്യം. ശരി. ഓക്കെ, ശ്രീ